എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നൊന്നും അല്ലാണ്ട് പുറത്തുനിന്നല്ലേ എപ്പോഴും ചട്ടിച്ചോറൊക്കെ കഴിക്കുക, ഹോട്ടലുകളിൽ നിന്നല്ലേ. നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹോം മെയ്ഡ് ചട്ടിച്ചോറ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ നല്ല ചൂടുള്ള ആവി പറക്കണ ചോറ് വിളമ്പാട്ടോ. എൻ്റെ ചോറിങ്ങനെ ഫുള്ളിങ്ങനെ പരത്തിയൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടതിന് ശേഷം നമുക്ക് ആദ്യം നല്ല നല്ല ചൊടിയും ടേസ്റ്റും എരിവും പുളിയൊക്കെ ഉള്ള നാരങ്ങച്ചാറിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഒരടിപൊളി പീസ് നാരങ്ങച്ചാറ് നമുക്ക് വിളമ്പാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ളത് മെഴുക്കുവരട്ടിയാണ്. ഇതൊന്ന് വഴുതനങ്ങയുടെ മെഴുക്കുവരട്ടിയാട്ടോ ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ പറമ്പിൽ തന്നെ നമ്മുടെ മുറ്റത്തുണ്ടായ വഴുതനങ്ങയാണ്. ആ വഴുതനങ്ങ കൊണ്ട് നന്നായി ചെറിയുള്ളിയും ഒക്കെ മൂപ്പിച്ച ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടാക്കിയ മെഴുക്കുവരട്ടിയാണ്. പിന്നെ ഇത് നമ്മുടെ എരിശ്ശേരി, പച്ചക്കായയും പരിപ്പും കൂടി തേങ്ങയും ചെറിയ ജീരകമൊക്കെ ചതച്ചിട്ടിട്ടുണ്ടാക്കിയ എരിശ്ശേരി ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് രണ്ട് വലിയ ടേബിൾ സ്പൂണ് ഫുള്ള് നമുക്ക് വിളമ്പാം. പിന്നെ നമുക്ക് അടുത്തതുള്ളത് മീൻ വറുത്തതാണ് കേട്ടോ. അങ്ങനെ 2 കഷ്ണം മീൻ വറുത്തതും നമുക്ക് വെക്കാം. പിന്നെ മീൻ വറുത്തതല്ലാണ്ട് നമുക്കിന്ന് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ട് കേട്ടോ. ചട്ടിച്ചോറാകുമ്പോൾ ചിക്കനും ഫിഷും ഒരു ഓംലെറ്റും ഒക്കെ ഉണ്ടെങ്കിലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് 2 പീസ് ചിക്കൻ ഫ്രൈയും കൂടി വെക്കാം. ചട്ടിയുടെ ഓരോരോ സൈഡിലായിട്ട് എല്ലാതും ഇങ്ങനെ ഒതുക്കി വെച്ചാൽ മതി. നടുക്കോ കുറച്ച് സ്ഥലം നമ്മളിങ്ങനെ കറിയൊക്കെ ഒഴിക്കാനും സാമ്പാർ ഒഴിക്കാനൊക്കെ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഓംലെറ്റ് നന്നായി ഉള്ളിയും പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട് എണ്ണയിൽ പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി ഓംലെറ്റും പിന്നെ ഒരു പപ്പടം കൂടി ഉണ്ടായാലല്ലേ നമ്മളെ ആ മീൽസ്, കേരള മീൽസ് നമ്മുടെ ചട്ടിച്ചോറൊന്ന് ഫുള്ളായി കിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നമുക്കുള്ളത് നല്ല അടിപൊളി സാമ്പാറാട്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, ആ ഒഴിഞ്ഞ സ്ഥലത്ത് നമുക്ക് കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ചട്ടിച്ചോറ് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ നിന്നും കഴിക്കാം. അപ്പോൾ എന്നും പ്ലേറ്റിലല്ലേ കഴിക്കണേ. അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് എല്ലാവരും ഒന്ന് ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഏതായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ചട്ടിച്ചോറ്. നമുക്കൊന്ന് കുഴച്ച് സാമ്പാറും ചോറും എല്ലാം കൂടി കുഴച്ചൊരു കഷ്ണം മുട്ടയും കുറച്ച് എരിശ്ശേരിയും ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ച് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്.